നമസ്തേ. സിംഹ ആസനമാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വോക്കൽ കോഡിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് സിംഹ ഗർജനാസനം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാലിന് മേലെ അമർന്നിരുന്നു. അപ്പോൾ വജ്രാസനത്തിൽ ഇരിക്കുന്നത് നമ്മുടെ കാലിൻ്റെ ഹീലിൻ്റെ മേലെ, കാൽപാദത്തിൻ്റെ മേലെ അമർന്നിരുന്നിട്ടാണുള്ളത്. കാലിൻ്റെ മുട്ടുകൾ അല്പം അകലത്തിലേക്ക് വെച്ചു. കൈകൾ രണ്ടും കാലിൻ്റെ മുട്ടിനടുത്തായിട്ട് തറയിൽ കുത്തിവെക്കുകയാണ്. കൈമുട്ടുകൾ കാലിൻ്റെ മുട്ടുകൾക്ക് മുന്നിലായിട്ട് കൈകൾ പതിച്ചു വെച്ചു. നമ്മൾ ചെയ്യുന്നത് മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്, പക്ഷെ ശ്വാസം വിടുന്നത് വായിലൂടെയാണ്. ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോൾ വായ തുറന്ന് നാവ് മുന്നിലേക്ക് നീട്ടി വെച്ച് വായിലൂടെ ഒരു ശബ്ദം, ഒരു സിംഹം ഗർജിക്കുന്ന രീതിയിലുള്ളൊരു ശബ്ദം പുറത്തു വിട്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ തൊണ്ടയുടെ ഭാഗത്തു നിന്നാണ് ശബ്ദം വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ബ്രീത്ത് ഇൻ ചെയ്തു. നാവ് പരമാവധി മുന്നിലേക്ക് നിവർത്തി വെച്ച് രണ്ട് കണ്ണുകളും പുരിക മധ്യത്തിലേക്ക് ദൃഷ്ടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ ഈ കഴുത്തിൻ്റെ മസിൽസിനൊക്കെ ഒന്ന് റിലാക്സ് കിട്ടുന്ന രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആവർത്തിക്കുകയാണ്. കൈമുട്ട് കുത്തിവെച്ചു. ബ്രീത്ത് ഇൻ ചെയ്തു. ഒരു 5 തവണ നമ്മൾ ആവർത്തിച്ച് ചെയ്യാം സിംഹാസനം. കൂടുതൽ സ്ട്രെയിനൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സാവധാനത്തിലും സ്വസ്ഥതയോടും കൂടി നമ്മൾ ചെയ്യാണ് സിംഹാസനം.